അമ്മച്ചി പ്ലാങ്കൊമ്പിന്റെ തെത്തിയിരുന്നിട്ട് അമ്പിളി മാമനോടണ്ണാരക്കണ്ണൻ അമ്പമ്പോ അപ്പം അമ്പമ്പോ അപ്പം അമ്പമ്പോ അമ്പം അക്ഷരം നിൽക്കുന്നത് തന്നെ ഒരു ആന നിൽക്കുന്ന പോലെ. ആ വെച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തിനാ ഇഷ്ടം? ആ വെച്ചിട്ട് ആന അല്ലേ? ആ എന്നുള്ള അക്ഷരം നിൽക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, അങ്ങനെയല്ലേ? ആനപ്പുറത്തേറിയിട്ട് 6-7 കുട്ടികൾ അടിക്കളിച്ചിട്ട് ആർപ്പോ വിളിച്ചിട്ട് ആർപ്പോ ആർപ്പോ എന്ന് പറയണം കേട്ടോ. ആനപ്പുറത്തേറിയിട്ട് 6-7 കുട്ടികൾ അടിക്കളിച്ചിട്ട് ആർപ്പോ വിളിച്ചിട്ട് ആടിക്കളിച്ചിട്ട് ആർപ്പോ വിളിച്ചിട്ട് 2 അക്ഷരം പഠിക്കുക. 2 അക്ഷരം പഠിക്കാൻ 1 കൊല്ലം വേണം ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇരുകലം ചോറുണ്ട് ഇഞ്ചി കടിച്ചപ്പോൾ ഈയപ്പനിപ്പോഴും എരിഞ്ഞിട്ടേ. ഇരുകലം ചോറുണ്ട് ഇഞ്ചി കടിച്ചപ്പോൾ ഈയപ്പനിപ്പോഴും ഒന്ന് എരിഞ്ഞേ ഈ. അപ്പൊ അടുത്തത് ഈ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഈ വെച്ചിട്ടുള്ള ഒരു വാക്ക്. എന്താ? ഈന്തപ്പഴം അല്ലേ? ഈന്തപ്പഴം തിന്നും ഈ 2 പിള്ളേരും ഈച്ചയെ കണ്ടപ്പോ നല്ല ഈന്തപ്പഴം കൊണ്ടുവച്ചിട്ട് അതിൽ ഈച്ച വന്നിരുന്ന നമ്മൾ എന്താ കാണിക്കുക? എങ്ങനെ 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 ഈന്തപ്പഴം തിന്നും ഈ 2 പിള്ളേരും ഈച്ചയെ കണ്ടപ്പോ അടുത്തേതാ? ഉണ്ണിയപ്പം തിന്ന് ഉണ്ണി വയറിപ്പോൾ ഉന്തിയുന്തി ഉന്തിയുന്തി ഉന്തിയുന്തി. ഉണ്ണാമനെപ്പോഴും ഉണ്ണിയപ്പം തിന്ന് ഉണ്ണി വയറിപ്പോൾ ഉന്തിയുന്തി ഉന്തിയുന്തി. ഉണ്ണാമനെപ്പോഴും ഉണ്ണിയപ്പം തിന്ന് ഉണ്ണി വയറിപ്പോൾ ഉറക്കപ്പാട് ഉന്തിയുന്തി ഉന്തിയുന്തി. ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ അടുത്തെന്താ? എന്താ പറയാ? ഓക്കെ. വെച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഊണ് മിടുക്കൻ, അവനാണ് നാളത്തെ ഏറ്റവും വലിയ പ്രതിഭ. ഊണ് എന്ന് പറഞ്ഞില്ലേ, സാധാരണ കുട്ടികൾ വെച്ചിട്ട് ആലോചിക്കില്ല. എനിക്കറിയാം അതിൻ്റെ ഒരു സൈക്കോളജി. ഊണെന്ന് പറഞ്ഞോ മിടുക്കൻ. ചില കുട്ടികൾക്ക് എത്ര ചോറ് കൊടുത്താലും വേണ്ടാന്ന് പറയും അല്ലേ? അപ്പൊ ഊണ് കഴിക്കാതെ ഊക്കുകാട്ടും പിള്ളേർ ഊതുമ്പോൾ വീണത് ഊക്കിലായി. ഊണു കഴിക്കാതെ ഊക്കുകാട്ടും, തല്ലിടാൻ വരും, ഭക്ഷണം കഴിക്കില്ല. ഊണു കഴിക്കാതെ ഊക്കുകാട്ടും പിള്ളേർ ഊതുമ്പോൾ വീണത് ഊക്കിലായി. ഊക്കുവേണേൽ ഊണു വേണം, ഊക്കുവേണേൽ. ഊണു കഴിക്കാതെ ഊക്കുകാട്ടും പിള്ളേർ ഊതുമ്പോൾ വീണത് ഊക്കിലായി. ഊക്കുവേണേൽ ഊണ് വേണേൽ. അടുത്തേതാ? എന്നാണ്. അല്ല, ഋഷഭമെന്നാൽ കാള, ഋഷഭി എന്നാൽ പശുവും, പുല്ല് തിന്നും ശബ്ദം പശുപുല്ല് എന്ന് കണ്ടിട്ടുണ്ടോ? നമ്മൾ തിന്നണ മാതിരിയല്ല, നമ്മൾ വിഴുങ്ങുന്നവരാ. എന്ത് കൊടുത്താലും പശുപുല്ല് തിന്നുമ്പോൾ ഈ ലോവർ ജോ ഇതില്ലേ, താഴത്തെ ഏരിയ, ആനപട്ട തിന്നുന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ്. അപ്പൊ ഋഷഭമെന്നാൽ കാള, ഋഷഭി എന്നാൽ പശുവും, പുല്ല് തിന്നും ശബ്ദം അതന്നെ. അപ്പൊ അടുത്തേതാ? പണ്ടത്തെ ക്ലാസ് റൂം ഇപ്പം അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ഏത് ക്ലാസ് റൂം നോക്കിയാലും അവിടെ ചെന്നാൽ തന്നെ ഈ പാട്ട് പാടും. വെച്ചിട്ട് 8 ദിക്കും ചാടി 8 വല കെട്ടി. ആരാ? 8 ദിക്കും ചാടി 8 വല കെട്ടി. 8 കാലിക്കിപ്പോൾ എത്രയോ കുട്ടികൾ, എണ്ണിക്കോ എണ്ണം എണ്ണിക്കോ എണ്ണം എണ്ണിക്കോ എണ്ണം എണ്ണിക്കോ. 8 ദിക്കും ചാടി 8 വല കെട്ടി. 8 കാലിക്കിപ്പോൾ എത്രയോ കുട്ടികൾ, എണ്ണിക്കോ എണ്ണം എണ്ണിക്കോ എണ്ണം എണ്ണിക്കോ എണ്ണം എണ്ണിക്കോ. അപ്പൊ കഴിഞ്ഞു. അടുത്തേതാ? ഏത്തപ്പഴം തിന്നാൻ ഏണിപ്പടിയേറി ഏട്ടത്തി ചെന്നപ്പോൾ ഏട്ടത്തി കണ്ടത് ഏത്തക്ക. ചേർത്തിയാരേ ഉപ്പാവൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ചില ഉണ്ടാക്കുന്നല്ല അസിസ്റ്റന്റുമാരുണ്ടാവും. അപ്പൊ നല്ല പഴം മോൾഡുണ്ടാവും. നേരത്തെ സ്റ്റോർ റൂമിലേക്ക് പതുക്കെ വലിഞ്ഞു കയറിയത് ഏട്ടത്തി.
ഏത്തപ്പഴം നിന്നാൻ ഏണിപ്പടിയേറി എട്ടത്തി ചെന്നപ്പോ എട്ടത്തി കണ്ടത് ഏത്തക്ക. എന്താണ്? ഏത്തക്ക. അടുത്തേതാ? ഐ വെച്ചിട്ട് ഇപ്പൊ എന്താ പറയാ? ഐ വെച്ചിട്ട് എന്താ പറയാ? ഐന്ദ്രജാലം കണ്ട് ഐസ്ക്രീം നുണഞ്ഞപ്പോൾ ഐവരും കണ്ടത് ഐരാവതം. ഞാൻ ആലോചിക്കാണ്, മാജിക് കാണാതിരിക്കുകയാണ്. ഐന്ദ്രജാലം കണ്ട് അതിൻ്റെ കൂടെ ഐസ്ക്രീമും കൊടുത്തു. ഗോപിനാഥ് മുതുകാട് നമ്മുടെ ഐന്ദ്രജാലം പണ്ടൊക്കെ സ്കൂളിൽ മാജിക് ഉണ്ടാവും. അപ്പോൾ ഇന്ദ്രജാലം കണ്ട് ഇങ്ങനെ മയങ്ങിയിരിക്കുമ്പോൾ ഐസ്ക്രീം കൊടുത്തു. അത് കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ വേറൊരു ജീവിതത്തിനെ കണ്ടു. അതാണ് ഐരാവതം, വെളുത്താന. ഐന്ദ്രജാലം കണ്ട് ഐസ്ക്രീം നുണഞ്ഞപ്പോൾ ഐവരും കണ്ടത് ഐരാവതം. അടുത്തേതാ? ഒട്ടുമാവിൽ കേറി. എന്താ ഒട്ടുമാവ്? 2 തരം മാവ് വെച്ചിട്ട് ഉണ്ടായിട്ട് വലുതാവും. ഒട്ടുമാവിൽ കേറി ഒത്തിരി തിന്നവർ ഒച്ചയിട്ടം നായി. 1-ാം തരം നല്ല മാമ്പഴം തിന്നാനേ ഒട്ടുമാവിൽ കയറിയതാ. 2 തരം ടേസ്റ്റ്. ഒന്നില് കൽക്കണ്ടത്തിന്റെ മധുരം, മറ്റേതാണെങ്കിൽ പഞ്ചസാരയുടെ മധുരം, അതിനൊക്കെ അപ്പുറത്തുള്ള മധുരം. ഒട്ടുമാവിൽ കേറി ഒത്തിരി തിന്നവർ ഒച്ചയിട്ടം നായി. 1-ാം തരം. 1-ാം തരം പറയണം, ഞാൻ പാടിക്കഴിഞ്ഞിട്ട് പറയണം. ഒട്ടുമാവിൽ കേറി ഒത്തിരി തിന്നവർ ഒച്ചയിട്ടൊന്നായി. ഒച്ചയിട്ടൊന്നായി എന്ന് ആലോചിക്കണം. ഒച്ചയിലാ പറയുന്നു. ഒച്ചയിട്ടൊന്നായി 1-ാം തരം. അടുത്തത് ഏതാ? ഓ വെച്ചിട്ടുള്ള നമ്മുടെ ആഘോഷം ഏതാ? ദീർഘം. ഓണത്തുമ്പിക്കൊപ്പം ഓടിക്കളിച്ചവർ ഓണപ്പുല്ലും കെട്ടി ഓരിയിട്ടേ. ഓണത്തുമ്പി ഓണം വന്നേ, ഓണത്തുമ്പി 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 ഓണത്തുമ്പി. ബെസ്റ്റ്. നിങ്ങളൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മൾ മുദ്രാവാക്യം പഠിപ്പിക്കേണ്ടത്. നേരിട്ട് പഠിപ്പിക്കരുത് നേതാക്കന്മാർ. അപ്പൊ അങ്ങനെയാണല്ലോ നേതാക്കന്മാരുണ്ടാവുക, മുദ്രാവാക്യം വിളിച്ചിട്ടും വിളിപ്പിച്ചിട്ടും അല്ലേ? ഓണത്തുമ്പിക്കൊപ്പം ഓടിക്കളിച്ചവർ ഓണപ്പുല്ലും കെട്ടി ഓരിയിട്ടു. ഓണത്തുമ്പി ഓണത്തുമ്പി. അടുത്തേതാ? ഔചിത്യമില്ലാത്ത കുട്ടികൾ എപ്പോഴും ഔഷധം തിന്നുമ്പോൾ ഒറ്റ കുട്ടികൾ മരുന്ന് കഴിക്കില്ല. അത് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? തേനിൽ ചാലിച്ചു കൊടുക്കാം, മധുരത്തിൽ ചാലിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാലും അസുഖം മാറട്ടെ. ഔചിത്യമില്ലാത്ത കുട്ടികൾ ഇപ്പോഴും ഔഷധം തിന്നുമ്പോൾ ഇങ്ങനെ പറയാം. എല്ലാ കുട്ടികളും അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്, ഞാനും കുട്ടിയാണ്. അപ്പൊ അടുത്തത് രണ്ടും ഒന്നിക്കും. എന്ന വാക്കും എന്ന വാക്കും ഒന്നിക്കാൻ പോവാ. അംബുജം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കാണിച്ച താമര എല്ലാവരും. എന്തൊരു ഭംഗിയുള്ള വിരലുകളാ നോക്കൂ, പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെയൊക്കെ. ഇത്രയും ഭംഗിയുള്ള ഈ വിരലുകളിൽ നിന്നാണ് നമ്മൾ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കുന്നത്. നല്ല ഭംഗിയല്ലേ? താമര എങ്ങനെ കാണിച്ചെല്ലാവരും? അംബുജം. അംബുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ആണാണ്. സൂര്യൻ ഉദിച്ചാലേ താമര വിരിയും. പക്ഷെ ചന്ദ്രൻ ഉദിച്ചാലോ വിരിയുന്ന എന്താ? ചന്ദ്രൻ ഉദിച്ചാൽ താമര അടയും. അപ്പൊ ഏതാണ് ഉദിക്കുക? അല്ല, ചന്ദ്രൻ ഉദിച്ചാൽ ഏത് പൂവാ വിരിയുക? ആമ്പൽ വിരിയും അല്ലേ? ചന്ദ്രന്റെ ആള് ആമ്പലും സൂര്യന്റെ ആള് അപ്പോ താമരയെ പറയാ എന്താ വെച്ചാൽ ചന്ദ്രനെ പറയാം അംബുജ വൈരി എന്നാണ്. അതായത് താമര ചന്ദ്രനെ കണ്ട ഉടനെ താമര മുഖം വീർപ്പിച്ചറിയും. അപ്പൊ അംബുജ വൈരി എന്നാ പറയാ. അംബുജ വൈരിയെ നോക്കിയിട്ടംബിക അമ്പുണ്ടോ ചൊല്ലുന്നു അംബുജ വൈരിയെ നോക്കിയിട്ടംബിക അമ്പുണ്ടോ ചൊല്ലുന്നു അംബുജ വൈരിയെ നോക്കിയിട്ടംബിക അമ്പുണ്ടോ ചൊല്ലുന്നു. അപ്പം ഇങ്ങനെ ഞാനിത് എൻ്റെ സ്നേഹിതൻ നന്ദൻപിള്ള എഴുതിയൊരു കവിതയാണ്.